ഹായ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ബാറോസ് 3D സിനിമയുടെ ട്രെയിലർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം നമ്മുടെ കങ്കുവാറ സിനിമയുടെ കൂടെ അതിൻ്റെ 3D പ്രദർശിപ്പിച്ചിരുന്നു എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ 6 മണിയുടെ ഷോയ്ക്കാണ് കയറിയത്, ഫാൻ ഷോയ്ക്ക് ആയിരുന്നു കയറിയത്. പക്ഷെ അവിടെ ഈ സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും 3Dയിൽ അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്, യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും കണ്ടിട്ടില്ല, എന്തായാലും കാണണം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, ഓടിക്കച്ചെത്തിയാണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ഒന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം 5 മണി 5:30 ആ സമയത്ത് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും കണ്ടു നോക്കട്ടെ, നമുക്ക് കാണാം അല്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും തോന്നുന്നു. ഇപ്പം തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടായി, ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അഭിപ്രായങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. യൂസ് ഹെഡ്ഫോൺ. സിനിമാസ്. കൊള്ളാം കേട്ടോ. ആ 3D എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സൈഡ് ബാറിന്റെ ആ സൈഡ് ബാറിന്റെ ബ്ലാക്കിഷ് താഴെ കാണിക്കുന്നത്, അതിന്റെ പുറത്തേക്കായിട്ട് ആണ് ചില രംഗങ്ങൾ, ചില ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. അതിന് ഈ ഫ്രെയിം ബ്രേക്ക് 3D എന്നൊക്കെ പറയുന്ന ആണ് സംഭവം. ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്രെയിം ബ്രേക്ക് 3D ആണ് സംഭവം. അധികം ഇംഗ്ലീഷ് സിനിമകളിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. പക്ഷെ അത് ഇതിൽ ഇപ്പം തന്നെ 3-4 സീല് അങ്ങനെ വന്നു. നമുക്ക് ബാക്കി കൂടി കാണാം. അടുത്ത് അതാണല്ലേ മോഹൻലാൽ വന്നിരിക്കുന്നത്. വാ, ഹായ്, അടിപൊളി. അല്ല, ലാലയുടെ പുറത്ത് അവരൊക്കെ പുറത്ത് ചാടി നിൽക്കുന്നത് ആ ചെറിയ അടിപൊളി കേട്ടോ സംഭവം. നല്ല അടിപൊളി വിഷ്വൽ ക്വാളിറ്റി സംഭവമാണ് കേട്ടോ. മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. ഒന്ന് അടുത്ത് കാണാം. Produced by Anthony Perumbavoor. Wow. Baros 3D, Guardian of Treasure. Directed by Mohanlal. Wow. Directed by Mohanlal. അത് കാണാൻ, തിയേറ്ററിൽ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് സത്യം പറയുകയാണെങ്കിൽ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ എന്നുള്ളത് ബാറോസ് 3D എന്ന് പറയുമ്പോൾ തന്നെ, മോഹൻലാലിൻ്റെ ബാറോസ് 3D എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു ഈ ഒരു സംഭവം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടത് മുതൽ 2 മിനിറ്റുള്ള ട്രെയിലറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, പൊളിയാണ്. വിഷ്വൽസ് ഒന്നും രക്ഷയില്ല സംഭവം സത്യം പറയുകയാണെങ്കിൽ. തിയേറ്റർ 3D വിഷ്വൽ, 3Dക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടവൻ തോന്നിയത്. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് സാധനമായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. 25-ാം തീയതി ഡിസംബർ 25-ന് നമുക്ക് ലാലേട്ടനെ തന്ന ദിവസം, മലയാള സിനിമയ്ക്ക് ലാലേട്ടനെ തന്ന ദിവസം 25 ഡിസംബർ 25 നമ്മുടെ മണിച്ചിത്രത്താഴൊക്കെ റിലീസ് ചെയ്ത സിനിമയാണ്. ഡേറ്റാണ് ഡിസംബർ 25. ആ ഒരു ദിവസം മറ്റൊരു ചരിത്രം സൃഷ്ടിക്കും എന്നാണ് പ്രതീക്ഷ. വലിയൊരു ഹൈപ്പോ കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക് ഇല്ലായിരുന്നു ഇതുവരെ. ഈ കഴിഞ്ഞ ടീസർ വന്ന സമയത്തൊക്കെ ശരിക്കും ഒരു ട്രോൾ മെറ്റീരിയൽ, മലയാള സിനിമയുടെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതായിരുന്നു. പക്ഷേ ക്വാളിറ്റിയിൽ ഒരു എക്സ്ക്യൂസും ഇല്ലാതെ ക്വാളിറ്റി മേക്കിംഗ് ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത് ഈ ഒരു ട്രെയിലർ ആണ് 100% ഉറപ്പിക്കാവുന്ന ഒരു സംഭവമാണ്. എന്തായാലും വലിയ സ്ക്രീനിൽ 3Dയിൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കട്ടെ, നല്ലൊരു ട്രീറ്റ് ആയിരിക്കട്ടെ ഈ ഒരു സിനിമ എന്നുള്ളതാണ് ആഗ്രഹം. കണ്ടിട്ട് റിവ്യൂ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ഉണ്ടാവാവൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക പിന്നെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ളത് നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു മരുന്ന് ഉണ്ടാവും. മരുന്നില്ലാതെ നമ്മുടെ ലാലേട്ടൻ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആയി ബാറോസ് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബാറോസ് 3D ഡിസംബർ 25 എന്തായാലും വരവ് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രെയിലറിലൂടെ വരവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഫാന്റസി വൈബ്, അതായത് ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ വൈബ് ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടട്ടെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണെങ്കിൽ ഫാമിലി കയറും, അത് ഉറപ്പാണ്. എന്തായാലും ഡിസംബർ 25 വെക്കേഷൻ പൊളിക്കട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത്രയും കാലമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് പല ആൾക്കാരും പറയാറുണ്ടായിരുന്നു ഈ ഒരു സിനിമ എന്താ പറയുക പ്രതീക്ഷയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കും വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും ഒരു ചെറിയൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു മരുന്ന് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പം അത് ആ ഒരു പ്രതീക്ഷ കുറച്ചുകൂടി ഒന്ന് കൂടി എന്നുള്ളതാണ്. അധികം ഹൈപ്പ് വെക്കണ്ട എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അധികം ഹൈപ്പ് ഇല്ലാതെ വരുന്നതായിരിക്കും നന്നാവുക. എന്തായാലും ഒരു ഹിറ്റായി വന്നിട്ടെ, ചരിത്രം സൃഷ്ടിക്കട്ടെ. ഓക്കെ, ബാറോസ് 3D. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ നമുക്ക് കണ്ടിട്ട് വിലയിരുത്താം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.